നമസ്കാരം, ലളിത വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. PV അൻവറിന് PP ദിവ്യയുടെ ബാധ കയറിയതായിരുന്നു. വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. മുന്നിൽ നിന്ന ഉദ്യോഗസ്ഥന്റെ ആ പദവിയെ പോലും ഒന്നും മാനിക്കാതെ അങ്ങേയറ്റം ആക്ഷേപിക്കാനും നാണം കെടുത്താനുമായിരുന്നു അൻവർ ശ്രമിച്ചത്. വേണമെങ്കിൽ 2 തല്ല് കൊടുക്കാനും തയ്യാറാണ് എന്ന മട്ടിലായിരുന്നു അൻവർ അവിടെ നിന്നത്. അതായത് PP ദിവ്യ കളിച്ചതാണ് അൻവർ എന്ന് ഇപ്പോൾ മലയാളികൾ പരിഹസിക്കുന്നത്. പക്ഷേ അവിടെ നവീൻ ബാബു മിണ്ടാതിരുന്നത് പോലെ അല്ലായിരുന്നു ഇവിടെ കാര്യങ്ങൾ. ഇവിടുത്തെ ആ ഉദ്യോഗസ്ഥൻ അൻവർ വലിയ ഷോ കാണിച്ചിട്ടും പുല്ലുവില പോലും കൊടുത്തില്ല. ഈ CPM-കാരുടെ ധാർഷ്ട്യം ഇതാണല്ലോ. എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും അവരെല്ലാം അങ്ങ് തങ്ങൾക്ക് കീഴെയാണ് എന്നുള്ള ഒരു നിലപാടാണ് ഇവർക്കുള്ളത്. പാർട്ടിയിൽ നിന്ന് പുറത്തു പോയെങ്കിലും അൻവർ ആ കൊണമാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അതായത് അൻവർക്ക് ക്രിയേറ്റ് ചെയ്തൊരു സീൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നുണ്ട്. അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ രംഗങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് വാർത്താ സമ്മേളനം നടത്തിയെന്ന് ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അൻവറിന് നോട്ടീസ് നൽകിയല്ലോ. നോട്ടീസ് നൽകാനെത്തിയ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയായ ഉദ്യോഗസ്ഥനെ അൻവർ അപമാനിക്കുകയാണ് ചെയ്തത്. കണ്ണൂരിൽ ADM-ന്റെ യാത്രയയപ്പിൽ PP ദിവ്യ നടത്തിയതിന് സമാനമായ അപമാന വാക്കുകൾ ഉദ്യോഗസ്ഥനെതിരെ അൻവർ പയറ്റിയത്. സർക്കാർ ഉദ്യോഗസ്ഥരോട് അടിമത്ത ഭാവത്തിൽ പെരുമാറുന്ന രാഷ്ട്രീയ നേതാക്കളുടെ സമീപനം തന്നെയാണ് ആ ഉദ്യോഗസ്ഥനും നേരിടേണ്ടി വന്നത്. പക്ഷേ വളരെ സമചിത്തതയോടെ ആ ഉദ്യോഗസ്ഥൻ ആ രംഗം കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം അറസ്റ്റ് നാടകത്തിനായുള്ള അൻവറിന്റെ രാഷ്ട്രീയ ബുദ്ധിയാണ് ഈ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ തന്നെ തകർന്നു വീണതും ആ ഉദ്യോഗസ്ഥൻ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തതും. മുൻപൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് വിധേയപ്പെട്ട് നിൽക്കുന്ന IAS മുതൽ ഉള്ള ഉദ്യോഗസ്ഥരെ, അതായത് ഈ രാഷ്ട്രീയക്കാരുടെ ചെരുപ്പ് വരെ പിടിച്ചുകൊണ്ട് IAS ഉദ്യോഗസ്ഥർ പിന്നാലെ പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. അതേപോലെയാണ് ഇവിടെ അമ്പൂക്കയും ഈ PP ദിവ്യയും ഒക്കെ കരുതുന്നത്. അതായത് ഞങ്ങളുടെ ചെരുപ്പ് വരെ ഈ ഉദ്യോഗസ്ഥർ പിടിക്കും എന്നാണ്. എന്നാൽ എല്ലായിടത്തും അത് ചെലവാകില്ല എന്ന് അൻവറിനെ പോലെയുള്ളവർ മനസ്സിലാക്കണം. അതായത് എല്ലാ രാഷ്ട്രീയക്കാരും അതൊന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. എല്ലാ ഉദ്യോഗസ്ഥരും നിങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരല്ല. ഈ സമൂഹത്തോട് കൂറുള്ള കുറച്ചധികം ഉദ്യോഗസ്ഥരും ഈ നാട്ടിലുണ്ട്. ഈ അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ എപ്പോഴാണെന്നറിയില്ല ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ കൈയുടെ ചൂട് രാഷ്ട്രീയക്കാർ അറിയാൻ പോകുന്നത്. ഒരറ്റത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ടല്ലോ. പ്രശാന്ത് ഒക്കെ തന്നെ വലിയ രീതിയിൽ തീ കൊളുത്തി വിട്ടിട്ടുണ്ട്. നമുക്ക് അൻവറിന്റെ സീനിലേക്ക് തന്നെ വരാം. അൻവറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. ചട്ടം ലംഘിച്ചിട്ടില്ല എന്നാണ് അൻവറിന്റെ വാദം. പറയാനുള്ളത് പറയുമെന്നും അൻവർ പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങളുണ്ട്. എന്തിനാണ് പിണറായി ഭയപ്പെടുന്നത് എന്ന് അറിയില്ല. രാവിലെ തന്നെ പോലീസ് വന്ന് സ്റ്റാഫിനെയും ഹോട്ടലുകാരെയും ഭീഷണിപ്പെടുത്തുന്നു. ഒരു തിരഞ്ഞെടുപ്പ് ചട്ട ലംഘനവും ഇവിടെ നടത്തുന്നില്ല എന്ന് പറഞ്ഞ് ആ ഉദ്യോഗസ്ഥനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന വാക്കുകളും ഉയർത്തി. നോട്ടീസ് നൽകാനെത്തിയ ഉദ്യോഗസ്ഥനെ കൊണ്ട് ചട്ടവും നിയമവും എല്ലാം വായിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് അൻവർ പോകുകയും ചെയ്തു. അതായത് ഈ നോട്ടീസുമായി വന്ന എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനോട് എന്നാൽ ഇത് വായിച്ചു കേൾപ്പിക്ക്, അത്തരത്തിലുള്ള ധാർഷ്ട്യ മനോഭാവമാണ് അൻവർ കാണിച്ചത്. ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അധികാരി. എല്ലാ ജീവനക്കാരും കമ്മീഷന്റെ പരിധിയിലാണ്. കമ്മീഷന്റെ ഫ്ലൈയിംഗ് സ്ക്വാഡ് ചുമതലയുള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ് നോട്ടീസ് നൽകാനെത്തിയത്. അൻവറിനെ അറസ്റ്റ് ചെയ്യാനും ജയിലിലേക്ക് അയക്കാനുമെല്ലാം അധികാരമുള്ള ഉദ്യോഗസ്ഥൻ. അങ്ങനെ ജുഡീഷ്യൽ അധികാരമുള്ള ഉദ്യോഗസ്ഥനോട് കയർത്താൽ അറസ്റ്റ് സംഭവിക്കുമെന്ന് അൻവർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത്തരമൊരു രാഷ്ട്രീയ മൈലേജ് ഉണ്ടാക്കാൻ അൻവറിന് ആ ഉദ്യോഗസ്ഥൻ ഒരവസരവും കൊടുത്തില്ല. അൻവറിന്റെ ഈ നീക്കം അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ടാകാം അൻവറിനെ ഒരു പുല്ലുവില പോലും കൊടുക്കാത്ത രീതിയിലുള്ള നിൽപ്പായിരുന്നു ആ ഉദ്യോഗസ്ഥന്റേത്. വ്യക്തിപരമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് അപമാനിച്ചിട്ടും നിലമ്പൂർ MLA-യുടെ ചതിക്കുഴിയിൽ ആ ഉദ്യോഗസ്ഥൻ വീണില്ല എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ പറയുന്നത്. അൻവർ തകർന്നടിഞ്ഞു പോകാൻ ഇനി ഇതിൽ കൂടുതൽ മറ്റെന്തെങ്കിലും വേണോ? ചീഫ് ഇലക്ടറൽ ഓഫീസറെ അറിയിച്ചാണ് പത്രസമ്മേളനം നടത്തുന്നത് എന്നടക്കം അൻവർ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അൻവറിന്റെ വാർത്താ സമ്മേളനം തടയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചില്ല. നോട്ടീസ് കൈമാറുകയായിരുന്നു ലക്ഷ്യം. അൻവറിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും വഴങ്ങിയില്ലെന്ന് മാത്രമല്ല തർക്കിക്കുകയും ചെയ്യുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ഒരു ടെലികാസ്റ്റിംഗും ഈ സമയത്ത് പാടില്ല എന്നതാണ് നിയമമെന്ന് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ചട്ടലംഘനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
അൻവറിന് ഇപ്പോൾ നോട്ടീസ് നൽകിയെന്നും ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്നും ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. വാർത്താ സമ്മേളനം നടത്താനാകില്ലെന്ന കേരള പോലീസ് നിലപാടിനെ വെല്ലുവിളിച്ചാണ് PV അൻവർ വാർത്താ സമ്മേളനം ആരംഭിച്ചത്. തടയാനെത്തിയ ഉദ്യോഗസ്ഥനോട് അൻവർ നിസ്സഹകരണ മനോഭാവമാണ് ആദ്യം കാണിച്ചത്. ഏത് നിയമപ്രകാരമാണ് ലംഘനമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറോട് താൻ സംസാരിച്ചതാണെന്നും അൻവർ ഈ ഉദ്യോഗസ്ഥനോട് പറയുന്നുണ്ടായിരുന്നു. വെറുതെ പിണറായി പറഞ്ഞിട്ട് വന്നാൽ താൻ കോടതിയിലേക്ക് പോകുമെന്നും പിണറായി എന്തിനാണ് ഈ വായില്ലാ കോടാലിയെ ഭയപ്പെടുന്നതെന്നും അൻവർ ചോദിച്ചു. ഉദ്യോഗസ്ഥൻ ചട്ടം വായിച്ചു കേൾപ്പിച്ചിട്ടും അൻവർ വാർത്താ സമ്മേളനം നിർത്താൻ തയ്യാറായില്ല. തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ടാണ് PV അൻവർ തുടങ്ങിയത്. ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ പ്രവർത്തിക്കാൻ ആളുകൾ കുറവാണ് എന്നത് വസ്തുതയാണെന്നും അൻവർ പറയുന്നുണ്ട്. 98 MLA-മാരും മുഖ്യമന്ത്രിയും ഒരു ഭാഗത്ത്, പ്രതിപക്ഷ നേതാവും 40 MLA-യും മറുഭാഗത്ത്, സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രിമാരും വേറൊരു ഭാഗത്ത്. ഇവരെല്ലാം കൂടെ വായ് പോയ കോടാലിക്ക് വേണ്ടി ഏറ്റുമുട്ടുകയാണ്. ഞങ്ങൾ ഈ ദിവസവും പ്രയോജനപ്പെടുത്തും. ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. ഭയപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. 20-ലധികം FIR-കൾ ഇതിനോടകം ഇട്ടുകഴിഞ്ഞു. 2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇന്ന് വന്നതെന്നും അൻവർ പ്രതികരിച്ചു. അതായത് പത്രസമ്മേളനം നടത്തിയത് പ്രചാരണത്തിന് തന്നെയെന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു അൻവർ. പരസ്യപ്രചാരണത്തിന് വിലക്കുള്ളപ്പോൾ പത്രസമ്മേളനവും ഒരു പരിധിയിൽ വരും. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് അൻവർ നടത്തിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, റിയാസിനെയും വിമർശിച്ചിട്ടുണ്ട് അൻവർ. ഇപ്പോഴിതാ 25 ലക്ഷം ചെറുതുരുത്തിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. ആരാണ് അവിടെ ക്യാമ്പ് ചെയ്യുന്നത്? മരുമകനല്ലേ? അവിടെ നിന്നല്ലേ ഈ പണം മുഴുവൻ ഒഴുകുന്നത്? ആർക്കു വേണ്ടി കൊണ്ടുവന്ന പണമാണിത്? കോളനികളിൽ അവർ സ്ലിപ്പ് കൊടുക്കുന്നത് കവറിലാണ്. ആ കവറിനുള്ളിൽ പണമാണ്. ഇത്രയും മോശമായ കോളനി വേറെ എവിടെയാണുള്ളത്? ഇടതുമുന്നണി തന്നെയാണ് പണം കൊടുക്കുന്നത്. ആ നിലയിലേക്ക് അവരെത്തിയെന്നും അൻവർ പറഞ്ഞു. ഇതെല്ലാം വിളിച്ചു പറയാൻ വേണ്ടിയാണ് താൻ വന്നത് എന്നതായിരുന്നു അൻവറിന്റെ രീതി. പക്ഷേ മുന്നിൽ നിന്ന ഉദ്യോഗസ്ഥനെയും, അതായത് അത്ര വലിയ ഒരു പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെയും നാണം കെടുത്തി വിടുന്ന ഒരു രീതിയാണ് അൻവർ സ്വീകരിച്ചത്. ഇതോടുകൂടി തന്നെയാണ് മലയാളികൾ കൂട്ടത്തോടെ വന്നു നിന്ന് ചോദിച്ചത്, PP ദിവ്യ കളിക്കുകയാണോ അൻവർക്കാ നിങ്ങളെന്ന്. ഈ പറയുന്ന അൻവർ പിണറായിയെ ഇപ്പോൾ വലിയ രീതിയിൽ വിമർശിക്കുകയും പിണറായിയെ തെറി വരെ വിളിക്കുന്ന രീതിയിലേക്ക് അൻവർ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിനു മുൻപ് പിണറായിയും ഈ അൻവറും കൂടി നടത്തിയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട്? അതിനെക്കുറിച്ച് 2 അക്ഷരം പറയാൻ അൻവർ തയ്യാറാണോ? ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് ഷോ കാണിച്ച് ഞാൻ പിണറായിയെ എതിർക്കുന്നു, കേരള രാഷ്ട്രീയം ഒരു ശുദ്ധികലശം നടത്തേണ്ടത് അത്യാവശ്യമാണ്, താൻ ആ ശുദ്ധികലശം നടത്തും എന്നൊക്കെയാണ് അൻവർ പറയുന്നത്. പിണറായി വിജയൻ കറിവേപ്പില പോലെ എടുത്തെറിഞ്ഞപ്പോഴാണ് അൻവറിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടത്. ഇതോടെ കലിയിളകിയ അൻവറാണ് ഇപ്പോൾ പിണറായി വിജയനെ നന്നാക്കിയേ അടങ്ങൂ എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.